കക്കൂസ് മാലിന്യം ഡംപ് ചെയ്യുവാൻ അല്ലെ ഒരു പുതിയ പ്ലാന്റ് കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ആദ്യഘട്ട സർവേ നടപടികൾ ജില്ലാ ശുചിത്വ മിഷൻ നടത്തി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ബന്ധപ്പെട്ട ശുചിത്വ മിഷൻ്റെ ആളുകൾ വന്നത് സൈറ്റ് വെരിഫിക്കേഷൻ നടത്തി അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ഡിസംബർ മാസത്തിൽ തുടങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസംബർ മാസത്തിൽ തുടങ്ങും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് തുടങ്ങിയാൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പാരിസ്ഥിതികമായ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ ജില്ലയിലെ മുഴുവൻ കക്കൂസ് മാലിന്യവും നമ്മുടെ ഈ പ്രദേശത്ത് കൊണ്ടുപോയി ഇത് 4 ഘട്ടങ്ങളായിട്ടാണ് ഇത് ചെയ്യുന്നത്. 4 ഘട്ടങ്ങളായിട്ടാണ് അത് വേർതിരിക്കുകയും അതിൻ്റെ ബാക്കിയുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഇത് ഏതാണ്ട് 7 ലക്ഷത്തിൽ, അതായത് 7 ലക്ഷമോ 8 ലക്ഷം ലിറ്റർ വെള്ളം പ്രതിദിനം വേണം. അത് സ്വാഭാവികമായിട്ടും എടുക്കേണ്ടത് നമ്മുടെ ഈ പറയുന്ന ഇവിടുന്നാണ്. അതോടൊപ്പം തന്നെ ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം 4 ഘട്ടമായിട്ട് ആണ് ഈ മാലിന്യം ഇത് ചെയ്യുവാൻ വേണ്ടി ചെയ്യുന്നത്. ആ 4 ഘട്ടം കഴിയുമ്പോൾ തന്നെ വലിയ പ്രശ്നമായിട്ട് തീരും. അത് മാത്രവുമല്ല, ഇത് വരുമ്പോൾ ഈ പറയുന്ന പോലെ മാലിന്യം എവിടെയെങ്കിലും ടാങ്കിനകത്തിനല്ല, ഓപ്പൺ ആയിട്ടുള്ള പ്രദേശത്താണ് ഇത് മാലിന്യം കൊണ്ടിടുന്നത്. അതോടൊപ്പം തന്നെ വെള്ളം ഒഴിക്കുന്നത്. അതിനുശേഷം ഈ വെള്ളം ഒലിച്ച് തോട്ടിലൂടെ പോയാൽ അതിനേക്കാൾ വലിയ പ്രശ്നം. അതോടൊപ്പം തന്നെ ഇത് നമുക്കറിയാം കാറ്റിൻ്റെ ഗതി തെക്കതുനിന്ന് വടക്കോട്ടാണ്. അപ്പോൾ ഇത് പ്ലാന്റേഷൻ്റെ ഏതെങ്കിലും നമ്മുടെ ചന്ദനപ്പള്ളി എസ്റ്റേറ്റ് ഈ ഭാഗത്ത് വന്നാൽ വരാൻ പോകുന്ന അവിടെ ഈ പ്രദേശങ്ങളിൽ മുഴുവൻ ഭയങ്കരമായ സ്മെല്ലായിരിക്കും. അപ്പോൾ ഇതിനെതിരെയാണ് ഇപ്പോൾ ഇവിടുത്തെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ പ്രധാനപ്പെട്ട ആളുകൾ പറയുന്നത് അവർ കണ്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ കണ്ടില്ല എന്ന് പറയുമ്പോൾ അവർ ഈ സമയത്ത് എവിടെ പോയായിരുന്നു? ഇത് നമുക്കറിയാം, ഇതാ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ നിന്ന് നമുക്ക് കിട്ടിയ സാധനമാണ്. അതിനകത്ത് വന്നിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, ജില്ലാ ശുചിത്വ മിഷനുമായിട്ട് ബന്ധപ്പെട്ട വന്നിട്ടുള്ള ആളുകൾ, ആ ആളുകൾ അവർ നടക്കിയ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രകാരം ഈ ഡിസംബറിന് മുമ്പ് ഈ പദ്ധതിയുമായിട്ട് അവർ മുന്നോട്ട് പോകും. ആ ഡിസംബറിന് മുമ്പ് പദ്ധതിയുമായി പോയാൽ അടുത്ത വർഷം ജാനുവരിയോട് കൂടി ഇത് തുടങ്ങത്തക്ക രീതിയിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇത് വന്നാലുണ്ടാകുന്ന പാരിസ്ഥിതികമായ പ്രശ്നം, അതോടൊപ്പം തന്നെ പ്ലാന്റേഷൻ മേഖലയിൽ നമുക്കറിയാം, നമുക്കിവിടെ പരമ്പരാഗതമായി തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളാണ്. അതോടൊപ്പം തന്നെ കുടുംബമായി താമസിക്കുന്ന ആളുകളാണ്. നമ്മളെ സംബന്ധിച്ചുകൊണ്ട് നമ്മുടെ കുടിവെള്ളത്തിന് വലിയ പ്രശ്നം ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്വസിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ തോട്ടിലെ വെള്ളമെല്ലാം മലിനമായി പോകും. അതോടൊപ്പം തന്നെ തൊഴിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യമായി ആയിപ്പോവും. കാരണം ഭയങ്കരമായ ഓപ്പൺ സ്പേസിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചുകൊണ്ട് പ്ലാന്റേഷൻ തൊഴിലാളികളെ സംബന്ധിച്ചുകൊണ്ട് ഇത് നമുക്കിവിടെ ഈ കക്കൂസ് മാലിന്യ പ്ലാന്റ് ഇവിടെ വേണ്ട. അതിനു വേണ്ടിയുള്ള തുടക്കമായ ഒരു സമരമാണ്. അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യുന്നത് അവർ വന്ന ഈ റിപ്പോർട്ട് കത്തിക്കുകയാണ്. കാരണം അവർ വന്ന ആ റിപ്പോർട്ട് കത്തിച്ചുകൊണ്ടാണ് നമ്മൾ സമരപരിപാടിക്ക് നമ്മൾ തുടക്കം കുറിക്കുന്നത്. നീ മൊബൈലെല്ലാം പിടുത്തം നീ ആയിട്ട് കൊടുത്തി ഇത് അത് കത്തട്ടെ നീ അങ്ങോട്ട് മാറിപ്പിടി. അപ്പോൾ അതോടൊപ്പം തന്നെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ പൊതുവായ സാഹചര്യത്തെ സംബന്ധിച്ചുകൊണ്ട് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വടക്കുനിന്ന് വരുന്ന വാർത്തകൾ നമുക്കത്ര ശുഭകരമായ നിലയിലേക്കല്ല. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എണ്ണപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഗ്രൂപ്പിലൊക്കെ ഉള്ള ആളുകളാണ്. എണ്ണപ്പനയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എണ്ണപ്പന കൃഷിയുമായി ആവർത്തന കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും നല്ല തൈ വെക്കേണ്ടതിന് പകരം അവിടെ പറമ്പിൽ കടന്ന് തൈ പറക്കി വെച്ച് പുതിയ ഉണ്ടാക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് തടിമുറിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം. അതോടൊപ്പം തന്നെ ഇപ്പോൾ 2-3 ദിവസമായിട്ട് അവിടെ നിന്നുള്ള കറയാണ് ഇവിടേക്ക് വരുന്നത്. അതായത് ലാറ്റക്സിൽ വലിയ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെയുള്ള നിരവധി പ്രശ്നങ്ങൾ. കാരണം 2021 ശേഷം 3 വർഷക്കാലമായി പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഓഡിറ്റ് പോലും നടക്കാത്ത തരത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിനൊക്കെയുള്ള ശക്തമായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളെ സംബന്ധിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മുടെ പ്ലാന്റേഷൻ കോർപ്പറേഷൻ തൊഴിലാളികളെ അനുവദിക്കത്തില്ല എന്നുള്ള തരത്തിലേക്കുള്ള
ഈ ഭരണകക്ഷി പിന്നെ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടും നമുക്ക് ഈ കക്കൂസ് മാലിന്യ പ്ലാന്റ് ഇവിടെ വേണ്ട എന്ന നമ്മുടെ നിലപാട് നമ്മൾ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടുമാണ് നമ്മൾ ഈ സമര പരിപാടിക്ക് എവിടെ തുറക്കം കൊടുക്കുമെന്ന് പിന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഒറ്റ വാക്കിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ.